Welcome to the video. ഈ വീഡിയോയിൽ യൂസസ് ഓഫ് വിൽ ആൻഡ് ഷാൾ ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വി യൂസ് ദിസ് ടു ടോക്ക് അബൌട്ട് വാട്ട് വി തിങ്ക് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. നിങ്ങൾക്കറിയാം വില്ലും ഷാളൊക്കെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഏത് ടെൻസിലാണ്? ഫ്യൂച്ചർ ടെൻസിൽ. ഐ തിങ്ക് ഇന്ത്യ വിൽ വിൻ ദ മാച്ച്. ഞാൻ വിചാരിക്കുന്നു ഇന്ത്യ മാച്ച് ജയിക്കും. ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇന്ത്യ വിൽ വിൻ ദ മാച്ച്. ഇന്ത്യ മാച്ച് ജയിക്കും. ഐ തിങ്ക് എന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിൽ മാത്രമേ വരാൻ പാടുള്ളൂ. വിൽ പ്ലസ് V1 എന്ന് വെച്ചാൽ വെർബിന്റെ ബേസ് ഫോം. വില്ലിന്റെ കൂടെയും ഷാളിന്റെ കൂടെയും വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുക. ഐ എം ഷുവർ മീന വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്നാണ് പറയുന്നത്. ഐ എം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വിൽ ഓർ ഷാൾ ചേർത്തിട്ട് വേണം വെർബ് വെച്ച് പറയാൻ. ഐ എം ഷുവർ മീന വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. എനിക്ക് ഉറപ്പുണ്ട് മീനയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്ന്. അങ്ങനെ വില്ലും ഷാളും എവിടെ ഉപയോഗിക്കുക? ഫ്യൂച്ചർ ടെൻസുകളിൽ. വി യൂസ് വിൽ ഷാൾ ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? വിൽ ആൻഡ് ഷാൾ ഉപയോഗിക്കാറുള്ളത്. യു ക്യാൻ കോൾ മീ ദിസ് ഈവനിങ്. നിനക്ക് ഇന്ന് വൈകുന്നേരം എന്നെ വിളിക്കാൻ പറ്റും. ഐ വിൽ ബി അറ്റ് ഹോം. വിൽ ബി എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞാൻ വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ ഈ ഐ വിൽ ബി അറ്റ് ഹോം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിന്റെ പ്രസന്റ് ടെൻസ് എന്താ വരിക? ഐ ആം അറ്റ് ഹോം. അതാണ് അതിന്റെ പ്രസന്റ് ടെൻസിൽ. ഇത് ഫ്യൂച്ചർ ടെൻസ്, ഐ വിൽ ബി അറ്റ് ഹോം. പാസ്റ്റ് ടെൻസ് എന്താണ്? ഐ വാസ് അറ്റ് ഹോം. ഞാൻ വീട്ടിലായിരുന്നു. പ്രസന്റ് ടെൻസ് ഞാൻ വീട്ടിലാകുന്നു. ഫ്യൂച്ചർ ടെൻസ് ഞാൻ വീട്ടിലായിരിക്കും. ഐ വിൽ ബി അറ്റ് ഹോം. അപ്പൊ ഇത് ഐ ആം അറ്റ് ഹോം എന്നുള്ള പ്രസന്റ് ടെൻസിന്റെ ഫ്യൂച്ചർ ടെൻസ് ആണ് ഐ വിൽ ബി അറ്റ് ഹോം. ഐ തിങ്ക് ഹി വിൽ പാസ് ദ എക്സാം. ഞാൻ വിചാരിക്കുന്നു അവൻ എക്സാം പാസ് ആവുമെന്ന്. വിൽ പാസ് ഫ്യൂച്ചർ ടെൻസിനെയാണ് കാണിക്കുന്നത്. ഐ തിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിൽ പ്ലസ് V1 ഉപയോഗിക്കുക. ഐ തിങ്ക് ഹി വിൽ പാസ് ദ എക്സാം. ഐ തിങ്ക് ദേ വിൽ ഗോ ദിസ് ആഫ്റ്റർനൂൺ. ഞാൻ വിചാരിക്കുന്നു അവർ ഈ ആഫ്റ്റർനൂണിൽ പോകും, ഉച്ചയ്ക്ക് ശേഷം അവർ പോകുമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഹി വിൽ പാസ് ദ എക്സാം എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു അവൻ പാസ്സാകുമെന്ന്, എക്സാം പാസ്സാവുമെന്ന്. അപ്പൊ ഐ തിങ്ക് എന്ന് ഉപയോഗിച്ചുകൊണ്ടും ഈ വിൽ ഉപയോഗിച്ചുകൊണ്ട് പറയാറുണ്ട്. ഹി വിൽ പാസ് ദ എക്സാം, ഹി വിൽ ഫെയിൽ ദ എക്സാം. എങ്ങനെയാണെങ്കിലും ഐ തിങ്ക് എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിൽ പ്ലസ് V1 ഉപയോഗിക്കുക. ഞാൻ വിചാരിക്കുന്നു അവൻ പാസ്സാവും. വി യൂസ് ഷാൾ ഓൺലി വിത്ത് ഐ ആൻഡ് വി. പക്ഷേ ഈ ഷാൾ എന്ന് പറയുന്നത് ഐ എന്നുള്ള സബ്ജക്റ്റിനും വി എന്നുള്ള സബ്ജക്റ്റിനും മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള പോയിന്റ് വളരെ നന്നായി മനസ്സിലാക്കുക. ഐന്റെ കൂടെയും വിന്റെ കൂടെയും മാത്രമേ ഷാൾ വരാറുള്ളൂ. മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ തന്നെ വില്ലാണ് ഉപയോഗിക്കുക. ഐ ഷാൾ ബി ലേറ്റ് ടുമാറോ. നാളെ ഞാൻ ലേറ്റ് ആയിരിക്കും. ഐ ഷാൾ ബി ലേറ്റ്. ഐ ആയതുകൊണ്ടാണ് അവിടെ ഷാൾ ബി. അതിനെ നമുക്ക് ഐ വിൽ ബി ലേറ്റ് എന്നും പറയാം. പക്ഷെ ഷാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഐന്റെയും വിന്റെയും കൂടി ഉപയോഗിക്കുക. ഐ തിങ്ക് വി ഷാൾ വിൻ ദ ഗെയിം. ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ കളി ജയിക്കുമെന്ന്. വി ആയതുകൊണ്ടാണ് ഷാൾ വിൻ എഴുതിയത്. വി വിൽ വിൻ ദ ഗെയിം എന്നും പറയാം. പക്ഷെ വിന്റെ കൂടെ ഷാൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഐന്റെയും വിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ. ഞാൻ വിൻഡോ ഒന്ന് തുറക്കട്ടെ എന്നാ ചോദിക്കുന്നത്. ക്വസ്റ്റ്യനുകളിലൊക്കെ അധികവും ഷാൾ ഉപയോഗിക്കാറുണ്ട്, ഐന്റെയും വിന്റെയും കൂടെ കോമൺ ആയിട്ട്. ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ. ഷാൾ വി ഗോ ഫോർ എ വാക്ക്. നമുക്കൊരു വാക്കിന് നടക്കാൻ പോവാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴും സബ്ജക്റ്റ് ഐയോ വിയോ ആയിരിക്കണം. അവിടെ മാത്രമേ ഷാൾ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. വി ഡോണ്ട് യൂസ് വിൽ ഫോർ ദ തിങ്സ് വി ഹാവ് പ്ലാൻഡ് ഓർ ഡിസൈഡഡ്. പ്ലാൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ ആണ്. ഭാവിയിലത്തെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ വിൽ ഉപയോഗിക്കണമെന്നില്ല. അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് വിൽ വി ക്യാൻ യൂസ് ആർ ഗോയിങ് ടു. അവിടെ ദേ ആർ ഗോയിങ് ടു വിസിറ്റ് ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. ദേ ആർ ഗോയിങ് ടു വിസിറ്റ് ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ്.
ഡിസൈഡ് ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ അവിടെ നമുക്ക് will ഉപയോഗിക്കണമെന്നില്ല. അതിന് പകരം are going to എന്ന് ഉപയോഗിക്കാം. They are going to visit London next week. അവർ അടുത്ത ആഴ്ച ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നു എന്നാ പറയണം. ലണ്ടൻ വിസിറ്റ് ചെയ്യും. ഇവിടെ ആർ ഗോയിങ് ടുവിന് പകരം വില്ലും വരും, ഉപയോഗിക്കാം. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആർ ഗോയിങ് ടു എന്നാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ദേ ആർ ഗോയിങ് ടു വിസിറ്റ് ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. എങ്ങനെയുള്ള കാര്യങ്ങൾക്ക്? പ്ലാൻ ചെയ്യപ്പെട്ട, ഡിസൈഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. വി ആർ ഗോയിങ് ടു പ്ലേ ടെന്നീസ് ഓൺ സൺഡേ. ഈ ഞായറാഴ്ച ഞങ്ങൾ ടെന്നീസ് കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തീരുമാനിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആർ ഗോയിങ് ടു എന്ന് പറയുന്നത്. പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല. വി ആർ ഗോയിങ് ടു പ്ലേ ടെന്നീസ് ഓൺ സൺഡേ. ഞങ്ങൾ സൺഡേ ടെന്നീസ് കളിക്കും. ആർ ഗോയിങ് ടു എന്ന് പകരം വി വിൽ പ്ലേ ടെന്നീസ് ഓൺ സൺഡേ എന്നും പറയാം. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആർ ഗോയിങ് ടു എന്നുള്ളതാണ് ഉപയോഗിക്കുക. ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോമും ഗോയിങ് ടു എന്നുള്ളതും. അത് കഴിഞ്ഞിട്ട് വെർബിന്റെ ബേസ് ഫോം. വീണ ഈസ് ഗോയിങ് ടു സെൽ ഹർ കാർ. വീണ അവളുടെ കാറ് വിൽക്കാൻ പോകുന്നു. ഹി ഈസ് ഗോയിങ് ടു ബൈ സം ബുക്സ് ടുമാറോ. അവൻ നാളെ കുറച്ച് ബുക്കുകൾ വാങ്ങാൻ പോകുന്നു. ഹി ഈസ് ഗോയിങ് ടു. അപ്പൊ ഇവിടെ ഹി വിൽ ബൈ സം ബുക്സ് ടുമാറോ എന്നും പറയാം. ഇൻസ്റ്റെഡ് ഓഫ് വിൽ വി ആർ യൂസിങ് വാട്ട്? ഈസ് ഗോയിങ് ടു ഓർ ആർ ഗോയിങ് ടു. അങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള, ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഹിസ് ഹാൻഡ്സ് ആർ ഡർട്ടി. ഹി ഈസ് ഗോയിങ് ടു വാഷ് ഇറ്റ്. അവൻ്റെ കൈ അഴുക്കായിട്ടുണ്ട്, അവൻ കൈ വാഷ് ചെയ്യുന്ന പറയണം. ഈസ് ഗോയിങ് ടു വാഷ് ഇറ്റ്. ഹി വിൽ വാഷ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ വില്ലിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈസ് ഗോയിങ് ടു, ആർ ഗോയിങ് ടു, ഐ ആം ഗോയിങ് ടു, അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ആ അവസരം ഏതാണെന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ. ഐ ആം ഗോയിങ് ടു വാച്ച് ടി വി. ഞാൻ ഈ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ടി വി കാണുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഐ ആം ഗോയിങ് ടു വാച്ച് ടി വി എന്ന് അങ്ങനെ പറയാം. കംപ്ലീറ്റ് വിത്ത് ഹി വാസ്, ഹി ഈസ് ഓർ ഹി വിൽ ബി. നിങ്ങൾക്കറിയാം ഹി വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഹി ഈസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഹി വിൽ ബി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെയൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് എന്ന് മനസ്സിലാക്കുക. യെസ്റ്റർഡേ ഹി ഡാഷ് ഇൻ കേരള. ഇവിടെ എന്താ വരിക? യെസ്റ്റർഡേ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? അത് യെസ്റ്റർഡേ എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ എന്താ വരിക? ഹി വാസ്. ലാസ്റ്റ് വീക്ക് ഹി ഡാഷ് ഇൻ കോട്ടയം. ലാസ്റ്റ് വീക്ക് അവൻ എവിടെയായിരുന്നു? കോട്ടയത്തായിരുന്നു. അപ്പൊ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ഹീസ് എന്ന് എഴുതണോ, വാസ് എന്ന് വേണോ, വിൽ ബി എന്ന് വേണോ? ഏതാണ്? ഹി വാസ്, പാസ്റ്റ് ടെൻസ് ആണ്. ടുമാറോ ഹി ഡാഷ് ഇൻ ചെന്നൈ. ഇനി ടുമാറോ, നാളെ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതൊന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഏതാണ്? ഹീസ് എന്ന് പറയാൻ പറ്റില്ല, ഹി വാസ് എന്നും പറയാൻ പറ്റില്ല. പിന്നെ ഏതാണ്? ഹി വിൽ ബി. നാളെ അവൻ ചെന്നൈയിലായിരിക്കും. നെക്സ്റ്റ് വീക്ക്, അതും എങ്ങനെയാ വരിക? നെക്സ്റ്റ് വീക്ക് അവൻ ഗോവയിലായിരിക്കും. ഹി വിൽ ബി. അറ്റ് ദ മൊമെന്റ്, ഇവിടെയാണ് വളരെ ശ്രദ്ധയോട് നോക്കേണ്ടത്. അറ്റ് ദ മൊമെന്റ്, ഇപ്പോൾ. എന്താ പറയുക? ഹി വിൽ ബി എന്ന് പറയാൻ പറ്റില്ല, ഫ്യൂച്ചർ അല്ല, ഇപ്പോഴാണ്. ഹി വാസ് എന്നും പറയാൻ പറ്റില്ല, പാസ്റ്റ് ടെൻസ് അല്ല. അറ്റ് ദ മൊമെന്റ് ഹി ഈസ് ഇൻ എറണാകുളം. ഇപ്പോൾ അവൻ എറണാകുളത്താകുന്നു. 3 days ago, 3 ദിവസം മുമ്പ്. 3 days ago, അത് ഏതാ വരിക? ഹി വാസ് ഇൻ കോയമ്പത്തൂർ. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ട്രിപ്പ്, ഈ ട്രിപ്പിന്റെ അവസാനം, ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവൻ എന്താവും? ഹി വിൽ ബി ടയേർഡ്. അവൻ ടയേർഡായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുക.